ആദ്യ സിനിമാ വാർത്ത നമ്മുടെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി സിനിമേന്റെയാണ്. സുരേഷ് ഗോപി അതുപോലെ തന്നെ രശ്മിക, SJ സൂര്യ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. സിനിമ ഡയറക്ഷൻ മാത്യു തോമസ് ആണ്, ഡെബ്യൂട്ടായ ഒരു ഡയറക്ടറാണ്. എന്തായാലും പടത്തിലെ മ്യൂസിക് നമ്മുടെ തമൻ ആയിരിക്കും ചെയ്യാൻ പോകും. തെലുങ്കിലെ തന്നെ അത്യാവശ്യം നല്ലൊരു പേര് കേട്ട മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ മലയാള സിനിമയിലൂടെ ഡെബ്യൂട്ട് ചെയ്യാൻ പോകുന്ന തമൻ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഒറ്റക്കൊമ്പൻ എന്ന സിനിമേന്റെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് എന്തായാലും പുതിയൊരു പോസ്റ്റർ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്ന ഒറ്റക്കൊമ്പൻ സിനിമേന്റെ ഭാഗത്ത് നിന്ന്. അടുത്തൊരു OTT റിലീസ് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ZEE5 മലയാളത്തിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ സിനിമ. ജൂലൈ മാസം 3-ാം തീയതിയാണ് ചിത്രം OTT റിലീസിന് പോകുന്ന മലയാള ഭാഷയിൽ മാത്രമായിട്ട്. വീണ്ടും ഒരു OTT അപ്ഡേറ്റ് ആണ്. നമ്മുടെ നെസ്ലിന്റെ ഈ വർഷം ജൂൺ മാസം 5-ന് ആദ്യവാരം തിയേറ്റർ റിലീസിന് വന്ന സിനിമയാണ് മോളിവുഡ് ടൈംസ്. എന്തായാലും പടം OTT റിലീസിന് പോവുകയാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ പറഞ്ഞ ജൂലൈ 3-ാം തീയതി ആയിട്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായിരിക്കും പടം OTT റിലീസ്. തിയേറ്ററുകളിൽ സിനിമ ഒരു ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 20 കോടിയുടെ മുകളിലാണ് അപ്രോക്സ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മോളിവുഡ് ടൈംസ് സിനിമേന്റെ OTT റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നമ്മുടെ രവി മോഹൻ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് കറാത്തി ബാബു എന്ന സിനിമ. ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് പുതിയ പോസ്റ്ററിൽ. ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതിയാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം. രവി മോഹൻ, ശക്തി, നാസർ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. സാം SC ആണ് പടത്തിലെ മ്യൂസിക് ഡയറക്ടർ. ഗണേഷ് K ബാബു ആണ് സിനിമയുടെ സംവിധായകന്. നമ്മുടെ കെവിൻ അഭിനയിച്ച ഡാഡ സിനിമയുടെ ഡയറക്ടറാണ്. എന്തായാലും നല്ലൊരു റിലീസ് ഡേറ്റ് തന്നെയാണ് ഓഗസ്റ്റ് 28-ാം തീയതി. അടുത്ത അപ്ഡേറ്റ് അറസൻ സിനിമേന്റെയാണ്. നമ്മുടെ STR, പ്രിയങ്ക മോഹൻ, വിജയ് സേതുപതി എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് അറസൻ. നമ്മുടെ വടച്ചെന്നൈ യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. മ്യൂസിക് നമ്മുടെ അനിരുദ്ധ് ആണ്. ഡയറക്ഷൻ നമ്മുടെ വെട്രിമാരനാണ്, നമ്മുടെ വിജയ് സേതുപതിന്റെ വിടുതലൈ സിനിമയിൽ സെക്കൻഡ് പാർട്ട് ഡയറക്ടർ. എന്തായാലും പടം ഈ വർഷമാണ് റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഏറ്റവും പുതിയൊരു ബിഗ് ഫൈറ്റിന്റെ ഷെഡ്യൂള് പാക്കപ്പ് ആയിരിക്കുകയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഷെഡ്യൂള്. അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ അതിമനോഹരം സിനിമയുടെ റിലീസ് ഡേറ്റ് തന്നെയാണ്. ചിത്രം ഈ വർഷം അങ്ങ് നവംബറിനൊക്കെ സ്കിപ്പ് ചെയ്ത് നേരെ ഡിസംബറിലോട്ട് പോയിരിക്കുകയാണ്. ഡിസംബർ 24-ാം തീയതിയാണ് നമ്മുടെ അതിമനോഹരം എന്ന ലാലട്ടൻ സിനിമ തിയേറ്റർ റിലീസ് വരുന്നത്. നമ്മുടെ തരുൺ മൂർത്തിയാണ് സംവിധാനം. അതുപോലെ തന്നെ ജേക്സ് വിജയ് ആണ് ചിത്രത്തിലെ മ്യൂസിക്. മോഹൻലാൽ, മീര ജാസ്മിൻ എന്നിവരുള്ള ഒരു പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു ഫാൻ ബോയ് സർവീസ് വരാൻ പോവുകയാണ് ഡിസംബർ മാസം 24-ാം തീയതി. കാത്തിരിക്കുന്ന ചെയ്യാം നമുക്ക് അതിമനോഹരം സിനിമയുടെ ഭാഗത്ത് നിന്ന്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ധർമ്മൻ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ ആദ്യ ലുക്ക് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി. പിന്നെ BTS ബിഹൈൻഡ് ദ സീൻസിന്റെ വീഡിയോ ഇപ്പൊ സെക്കൻഡ് ലുക്കും പുറത്തു വന്നിരിക്കുകയാണ്. റോക്ക് സ്റ്റാർ അനിരുദ്ധാണ് മ്യൂസിക്. അശ്വനാഥ് മാരിമുത്താണ് സിനിമയുടെ സംവിധായകൻ. നമ്മുടെ പ്രദീപ് രംഗാധൻ അഭിനയിച്ച ഡ്രാഗൺ സിനിമയുടെ ഡയറക്ടർ. എന്തായാലും പടത്തിന്റെ ഷൂട്ട് മിനിയാന്ന് മുതൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കുന്നു ചെയ്യുക.